ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി ഉണ്ടാകുമോ? അതോ മുന്നണിയെ പൊളിച്ചടുക്കി കോൺഗ്രസ് പഴയ ആധിപത്യത്തിലേക്ക് തിരിച്ചു വരുമോ? അതോ BJP നിലവിലെ മൃഗീയ ആധിപത്യം തുടരുമോ? ഏതെങ്കിലും ഒന്നിൽ തീരുമാനമാകുമെന്ന് ഉറപ്പ്. എന്തായാലും രാജ്യത്തെ ജനങ്ങളുടെ വിധി അത് തന്നെയാണെന്ന് കരുതി സമാധാനിക്കേണ്ടി വരും. എന്തായാലും ജനത്തിന്റെ മുന്നിൽ മതേതരത്വത്തിന്റെ, സമത്വത്തിന്റെ, സമാധാനത്തിന്റെ ഒരു തരി പോലും അവശേഷിക്കില്ല ഇതിൽ നിന്ന് ആര് വന്നാലും. കഴിഞ്ഞ ദിവസം മുൻ ഹൈക്കോടതി ജഡ്ജിയായ എസ് സുദീപ് എഴുതിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കാണാനിടയായി. BJP കോൺഗ്രസ് അന്തർധാരയും ഒപ്പം കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒറ്റ നോട്ടത്തിലെ ആ വ്യത്യാസവും മുഴുവനായി തുറന്നുകാട്ടാൻ ആ കുറിപ്പിലൂടെ സാധിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എന്ന ഒരു വ്യക്തി മോദിയുടെ മുന്നിലെ വെറും ഒരു കോമാളിയായിട്ടാണ് പൊതുസമൂഹം ചിത്രീകരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് അത് മനസ്സിലാക്കുന്നില്ല. BJPയുടെ കയ്യിലെ കളിപ്പാവയാണ് കോൺഗ്രസ്. BJPക്ക് ഭരണം പിടിച്ചെടുക്കാനുള്ള സുഗമമായ പാത ഒരുക്കിക്കൊടുക്കാൻ ഒരു പരിധിവരെ ശ്രമിച്ചതും സാധിച്ചെടുത്തതും കോൺഗ്രസ് തന്നെയാണ്. ശരിയല്ലേ? വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മോദിയും രാഹുലും തമ്മിൽ മത്സരിക്കുന്നുവെന്ന് പറയുമ്പോൾ തന്നെ ഇന്നത് കേൾക്കുന്ന ഒരാൾക്ക് വെറുമായിട്ട് അനുഭവപ്പെടുകയുള്ളൂ. BJP നേതാക്കൾ മുന്നോട്ടുള്ള ഇന്ത്യ ഭരണത്തെക്കുറിച്ച് പറയുന്നതൊക്കെ ശരിവെച്ചു കൊടുക്കുന്നതും അതൊക്കെ സാധിച്ചു കൊടുക്കുന്നതും കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണല്ലോ എന്ന് കാണുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭാവി പോക്ക് എങ്ങോട്ടാണെന്നത് സുവ്യക്തം. ആ കുറിപ്പൊന്ന് വായിക്കാം. BJP ഇനിയും ഒരു 40 വർഷം കൂടി ഇന്ത്യ ഭരിക്കുമെന്ന് അമിത്ഷാ പ്രവചിച്ചത് സത്യം തന്നെയാണ്. ആ ആത്മവിശ്വാസത്തിന്റെ കാരണം കോൺഗ്രസ് അതിലെ 1-ാം നമ്പർ കുടുംബമാണ്. യാതൊരു നയവുമില്ലാത്ത കോൺഗ്രസും അതിനെ ദിനംപ്രതി ക്ഷയിപ്പിക്കുന്ന നെഹ്റു കുടുംബത്തിന് അതിന്മേലുള്ള നിയന്ത്രണവും നിലനിൽക്കുന്നിടത്തോളം സംഘപരിവാറിന് ഒന്നും ഭയക്കാനില്ല. 2024 കോൺഗ്രസ് ദേശീയ തലത്തിൽ അതിന്റെ ഏറ്റവും ദയനീയമായ പ്രകടനം നടത്തുമെന്നും മറ്റാരെക്കാളും നന്നായി കോൺഗ്രസിനും അറിയാം. കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണങ്ങൾ പലതാണ്. കോൺഗ്രസിന് സ്വന്തമായി ഒരു നയവുമില്ല. സംഘത്തിന് എത്ര നീചമായതാണെങ്കിലും തീവ്ര വർഗീയത എന്നൊരു നയം കൃത്യമായിട്ടുണ്ട്. കോൺഗ്രസിന് ജനപിന്തുണയുള്ള ഒരു നേതാവില്ല. മോദിയുടെ മുൻപിൽ രാഹുലിനെ വെറും ഒരു കോമാളി മാത്രമാണ് ഇന്ത്യൻ ജനത കാണുന്നത്. രാഹുലിന്റെയും കോൺഗ്രസിന്റെയും നയം മോദി വിരുദ്ധത മാത്രമാണ്. ഫാസിസവും ഏകാധിപത്യവും വർഗീയതയും ഏറിയും കുറഞ്ഞും ഇപ്പോഴും പിന്തുടരുന്ന കക്ഷിയാണ് കോൺഗ്രസ്. വിമോചന സമരം എന്ന ആഭാസത്തെ ന്യായീകരിച്ച് മകളുടെ വാശിക്ക് മുൻപിൽ 1-ാം കേരള സർക്കാരിനെ പിരിച്ചുവിട്ട് ആദ്യമായി അനുച്ഛേദം 356 പ്രയോഗിച്ച് ജനാധിപത്യത്തെ കശാപ്പു ചെയ്ത ജവഹർലാൽ നെഹ്റുവും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് മൗലിക അവകാശങ്ങൾ എടുത്തുകളഞ്ഞ ഇന്ദിരയും ബാബറി മസ്ജിദ് കാവി വർഗീയവാദികൾക്ക് തുറന്നുകൊടുത്ത ബോഫേഴ്സ് നായകൻ രാജീവും മസ്ജിദ് തകർക്കാൻ മൗനാനുവാദം നൽകിയ റാവുവും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരിനെ നയിച്ച മൻമോഹനും അടക്കം ആരും വിശുദ്ധരല്ല. ആ നെഹ്റു കുടുംബത്തിലെ അവസാന പ്രധാനമന്ത്രിയുടെ ഭരണം 35 വർഷം മുൻപ് 1989 അവസാനിച്ചു. അന്ന് വെറും 15 വയസ്സുള്ള ഒരാൾക്ക് ഇന്ന് 50 വയസ്സാണ്. അതായത് 50കളിലും അതിനു താഴെയുമുള്ളവർക്ക് നെഹ്റു കുടുംബം ഒരു വികാരമേ അല്ല. ആ കുടുംബത്തെ അവർ അറിയുക പോലുമില്ല. പിന്നെ ശേഷിക്കുന്ന ഇന്ത്യൻ ജനതയിലെ കുറച്ച് വൃദ്ധരാണ്. 35 വർഷത്തിനു മുൻപ് ഇന്ത്യ ഭരിച്ച മൺമറഞ്ഞു പോയ ചിലരുടെ പേരിൽ വടക്കേ ഇന്ത്യയിലെ വൃദ്ധജനം പോലും നെഹ്റു കുടുംബത്തെ ഓർക്കുന്നില്ല. ബാക്കിയാകുന്നത് തെക്കേ ഇന്ത്യ. അവിടെ 25 സീറ്റുള്ള ആന്ധ്രയിൽ കോൺഗ്രസ് തുടച്ചു നീക്കപ്പെട്ടു കഴിഞ്ഞു. 38 സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ ദ്രാവിഡ കക്ഷികളുടെ ചേലത്തുമ്പിലാണ് തൂങ്ങിക്കിടപ്പ്. തെന്നിന്ത്യയിലെ ബാക്കിയാകുന്ന 65 സീറ്റുകളിലെ ഏതാനും വരുന്ന വൃദ്ധജനതയെ ആശ്രയിച്ചാണ് സോണിയ കുടുംബത്തിന്റെ നിലനിൽപ്പ്. ആ 65 സീറ്റിൽ പകുതി കിട്ടിയിട്ടാണോ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത്? ഇന്ത്യൻ പാർലമെന്റിൽ 543 ലോക്സഭാ സീറ്റാണ് എന്നോർക്കണം. കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്കൊന്നും പറഞ്ഞ് ഇതിനെ പ്രതിരോധിക്കേണ്ട. ഏതാണ്ട് എല്ലാ സീറ്റിലും മത്സരിച്ച് തോറ്റ് തുന്നമ്പാടിയാണ് കഷ്ടിച്ച് 19% വോട്ട് കഴിഞ്ഞ തവണ നേടിയത്. സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ 30ഉം 40ഉം ഒക്കെ ശതമാനം നേടി കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഉടനെ നടന്ന 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആ സംസ്ഥാനങ്ങളെല്ലാം BJP തൂത്തുവാരി. കാരണം കോമാളിയായ പക്വതയില്ലാത്ത ഇന്ത്യൻ ജനത മറന്നേ പോയ പണ്ടെങ്ങോ നാടുവാണ ഒരു കുടുംബത്തിലെ രാഹുലും മോദിയും തമ്മിലുള്ള പോരാട്ടത്തിൽ മോദിയെ ജയിക്കൂ. സംഘപരിവാറിന്റെ തീവ്ര വർഗീയതയ്ക്കു ബദലായി ഞങ്ങളുടെ മൃദു വർഗീയത സ്വീകരിക്കണമെന്ന് പറഞ്ഞത് ഇന്നും കോൺഗ്രസ് വടക്കേ ഇന്ത്യ നീങ്ങുമ്പോൾ വടക്കേ ഇന്ത്യക്കാർ ചിരിക്കും. ഒറിജിനൽ വർഗീയത കിട്ടുമ്പോൾ വെള്ളം ചേർത്ത വർഗീയത ആർക്കു വേണം? രാഹുൽ എന്ന കോമാളിയും രാഹുലാൽ നിയന്ത്രിക്കപ്പെടുന്ന ഖാർഗെ എന്ന വൃദ്ധനും ഇന്ത്യൻ ജനതയ്ക്ക് ഒരു പുതുമയും സമ്മാനിക്കുന്നില്ല. കോൺഗ്രസ് ഒരു നയവും വാഗ്ദാനവും ചെയ്യുന്നില്ല. മൃദു ഹിന്ദുത്വത്തെ അല്ലാതെ മറ്റൊന്നും അവർക്ക് നൽകാനില്ല. മറുവശത്ത് സംഘപരിവാറിന്റെ അസൽ വർഗീയതയും
മോദിയുടെ വാചക കസർത്തും ആളെ കൂട്ടാനുള്ള കഴിവും അരങ്ങ് തകർക്കുമ്പോൾ കോൺഗ്രസ് പരാജയം സമ്മതിച്ചു കഴിഞ്ഞു. 2024 മാത്രം പരാജയമല്ല, അമിത്ഷാ പറഞ്ഞതുപോലെ ഇനിയൊരു 40 വർഷത്തെ തോൽവി കോൺഗ്രസ് മുൻകൂട്ടി അംഗീകരിച്ചു കഴിഞ്ഞു. 2019 തിരഞ്ഞെടുപ്പിന് മുൻപ് രാഹുൽ പാർട്ടി പ്രസിഡന്റ്, നവചൈതന്യമെന്നും പ്രിയങ്കയ്ക്ക് UP ചുമതല, ആവേശ കൊടുങ്കാറ്റാണെന്നും 2024 രാഹുൽ തെക്കു വടക്കും കിഴക്ക് പടിഞ്ഞാറും നടക്കുന്നുവെന്നും പ്രിയങ്ക ദേശീയ തലത്തിൽ എന്നുമൊക്കെ എഴുതുന്നത് ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റുന്നത് പോലെയാണ്. ഒരു കാര്യവുമില്ല. രാഹുലും പ്രിയങ്കയും എത്രയൊക്കെ നടന്നാലും ആരാധനാലയങ്ങൾ നിരങ്ങിയാലും തെന്നിന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾക്കപ്പുറം ഒരു ചലനവും ഉണ്ടാകില്ല. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തിരഞ്ഞെടുപ്പുകളുടെ ഫലം കാണിച്ചു തരുന്നതും അതുതന്നെയാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP ജയിക്കുമെന്ന് കോൺഗ്രസ് അംഗീകരിച്ചു കഴിഞ്ഞു. സോണിയ കുടുംബത്തിനും ആശ്രിതന്മാർക്കും സുഖമായി ജീവിക്കാൻ 2-3 സംസ്ഥാന ഭരണം വേണം. ഹിമാചൽ, തെലങ്കാന, കർണാടക അതിലവർ തൽപരരാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ കർണാടകയിലെ ഭരണവും തീരും. വെറും 30 MLA-മാർ കോൺഗ്രസ് വിട്ടാൽ ഭരണം മാറും. അവർ എന്നേ തയ്യാർ. സമയം മാത്രം തീരുമാനിച്ചാൽ മതി. വരാനിരിക്കുന്ന രാഹുൽ മോദി പോരാട്ടം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയാണ്. ആ തമാശയെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്നത് BJP ആണ്. അവർക്ക് വേണ്ടത് മോദി രാഹുൽ പോരാട്ടമാണ്. ഏറ്റവും എളുപ്പത്തിൽ ഇന്ത്യ ഭരണം പിടിക്കാനുള്ള ഒരു തമാശ നാടകം. കോൺഗ്രസിന് വട്ടച്ചിലവിനായി പരമാവധി 1-2 സംസ്ഥാനങ്ങളുടെ ഭരണം മതി. അതേ അങ്ങേയറ്റം കിട്ടൂ, അതിനപ്പുറം ആശയവുമില്ല. സംഘപരിവാർ ഭരണം അവസാനിക്കണമെങ്കിൽ കോൺഗ്രസിനെ തുടച്ചു നീക്കണം. സോണിയ കുടുംബത്തെ രാഷ്ട്രീയപരമായി ഇല്ലാതാക്കണം. 2024 സമ്പൂർണ്ണ പരാജയത്തിന് ശേഷം കോൺഗ്രസ് പിളരണം. നെഹ്റു കുടുംബം പല കാലങ്ങളിലായി കോൺഗ്രസിൽ നിന്നും പുകച്ചു പുറത്തു ചാടിച്ച ജനാധിപത്യ വിശ്വാസങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ വരണം. സോണിയ കുടുംബവും പെട്ടി തൂക്കുകളുമില്ലാത്ത ഒരു പ്രസ്ഥാനം രൂപം കൊള്ളണം. 2024 BJPക്കും കോൺഗ്രസിനുമെതിരെ വോട്ട് ചെയ്തത് പരമാവധി പ്രതിപക്ഷ MP-മാരെ പാർലമെന്റിൽ എത്തിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. ദേശീയ തലത്തിൽ 2 അക്കം തികയ്ക്കാൻ പാടുപെടുന്ന ഇന്ത്യ പോയിട്ട് ഒരു വടക്കേ ഇന്ത്യൻ സംസ്ഥാനം പോലും ഭരിക്കാൻ കഴിവില്ലാത്ത, ഇന്ത്യൻ ഭരണം സ്വപ്നം പോലും കാണാൻ കഴിയാത്ത രാഹുൽ കോൺഗ്രസിനും സംഘപരിവാറിനും വോട്ട് ചെയ്യുന്നത് ആത്മഹത്യാപരമാണ്. നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ 2024 BJP വീണ്ടും ഭരിക്കും. കോൺഗ്രസും 1-ാം നമ്പർ കുടുംബവും തകർന്നടിഞ്ഞാൽ മാത്രമാണ് സംഘപരിവാറിൽ നിന്ന് ഇന്ത്യക്ക് ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും രക്ഷയുണ്ടാകൂ. ഇന്ത്യയുടെ ഭാവി നിങ്ങളിലാണ്, നിങ്ങളിൽ മാത്രം. ഇനി നമ്മൾ ഒന്ന് ഇരുത്തി ചിന്തിക്കണം. സുദീപ് ഇവിടെ പറഞ്ഞതിന്റെയും പറയാതെ പറയുന്നതിന്റെയും കാതൽ എന്താണെന്ന്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.